വാർത്തകളിലേക്ക്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാളും പോളിംഗ് ശതമാനം ഉയർന്നതിന്റെ സന്തോഷത്തിലാണ് ഇത്തവണ പീരുമേട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും. ഒടുവിൽ വരുന്ന കണക്ക് പ്രകാരം ഇത്തവണ 75%-നും 80%-നും ഇടയിൽ പോളിംഗ് പീരുമേട് മണ്ഡലത്തിൽ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ പങ്കുവയ്ക്കുന്നത്. അതേസമയം ഉച്ചകഴിഞ്ഞ് പെയ്ത കനത്ത മഴ ഉയർന്ന പോളിംഗ് ശതമാനത്തെ ബാധിക്കുമെന്ന ആശങ്കയും പാർട്ടി പ്രവർത്തകർക്ക് ഇടയിലുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറക്കര ചേർന്നത്. ജെറിൻ, പീരുമേടിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ്? വിശദാംശങ്ങൾ. 5 മണിയുടെ കണക്കുകൾ നോക്കിയാൽ ജില്ലയിൽ തന്നെ പീരുമേട് താലൂക്കിലെ പോളിംഗ് ശതമാനം 75-നോട് അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 2021-നേക്കാൾ 5% ഉയർന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുകയും ചെയ്തു. തീർച്ചയായും അവസാന മണിക്കൂറിലെ വ്യക്തമായ കണക്കുകൾ വരുമ്പോൾ 80%-ലേക്ക് പോളിംഗ് അടുക്കുമെന്നൊരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം ആരെ അനുകൂലിക്കുമെന്ന ചർച്ചയും മണ്ഡലത്തിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും ജനവിധിയാണ്. മെയ് 4-നാണ് ജനം കൃത്യമായി തന്നെ ഇതിന് ഉത്തരം പറയുകയും ചെയ്യും. ഇന്നത്തെ ഒരു ദിവസം നോക്കിയാൽ തന്നെ രാവിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ 7 മണിയോടുകൂടി തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര എല്ലാ ബൂത്തുകളിൽ തന്നെ സജീവമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരു ചൂടും കാലാവസ്ഥയൊക്കെ മാറിയ സാഹചര്യത്തിൽ ഉച്ചയോടുകൂടി തന്നെ 15-10 പേരുടെ ഒരു നിരയാണ് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞ ശേഷം പോളിംഗ് ബൂത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മണ്ഡലത്തിൽ പെയ്ത ഒരു കനത്ത മഴ അത് വലിയ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ മുന്നണി പ്രവർത്തകരെയും ആശങ്കയിലാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എങ്കിൽ പോലും ഈ പോളിംഗ് ശതമാനത്തിലെ ഒരു ഉയർച്ച, അതായത് 2021-ൽ 70.6% ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 77% പിന്നിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് അവസാന മണിക്കൂറിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഒരു പോളിംഗ് ശതമാനം ഉയർന്നത് ആരെ അനുകൂലിക്കുമെന്നത് നമ്മൾ കണ്ടറിയണം. അതോ ഇപ്പോൾ ഈ പോളിംഗ് ശതമാനം ഉയർന്നത് ആരെ അനുകൂലിക്കുമെന്ന ചർച്ചയും തന്നെ ഈ മുന്നണികൾക്കിടയിൽ തന്നെ ഇപ്പോൾ തന്നെ സജീവമായിരിക്കുന്നു. എങ്കിൽ പോലും പോളിംഗ് ശതമാനം ഉയർത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായതിൽ തന്നെ സംസ്ഥാന തലത്തിലെ പോളിംഗ് ശതമാനം ഉയർന്നു. അത് ആ രീതിയിൽ തന്നെ പീരുമേട്ടിലും ഉയർത്താൻ സാഹചര്യം ഉണ്ടായി എന്നൊരു വലിയ ഒരു സന്തോഷവും ഈ മുന്നണി പ്രവർത്തകർക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ഇപ്പോൾ ഉണ്ട്. ഷിബിൻ, ജെറിൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമാവുമോ ഇത്തരത്തിൽ പോളിംഗ് ഉയരാനുള്ള കാരണം? ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമാകുമ്പോൾ തന്നെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ലിസ്റ്റുകൾ പുറത്തു പോയതിന്റെ ഇതാണ് നമ്മൾ കാണുന്നത്. എങ്കിൽ പോലും ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാളും 80,000-ഓളം വോട്ടുകളാണ് ജില്ലയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ കണക്കുകൾ നോക്കിയാൽ അതിലും ഒരു 7% കൂടുതൽ വോട്ടുകളാണ് പീരുമേട് മണ്ഡലത്തിൽ മാത്രമായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ വിലയിരുത്താൻ സാധിക്കില്ല. എങ്കിൽ പോലും ഈ ഒരു 7% വർദ്ധനവ് എന്ന് പറയുമ്പോൾ പരമാവധി ആളുകളെ വോട്ടിംഗ് ചെയ്യാൻ ഒരു മുന്നണികൾ വോട്ടിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ മുന്നണികൾ പ്രവർത്തിച്ചു. അതിന്റെ ഒരു വലിയൊരു വിജയം ഈ മണ്ഡലത്തിൽ കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഷെബിൻ, ശരി ജെറിൻ, വിവരങ്ങൾ വ്യക്തമാകുന്നു. പീരുമേട് മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. സുഗമമായി തന്നെയാണ് വോട്ടിംഗ് നടന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ എങ്ങും റിപ്പോർട്ട് ചെയ്തില്ല.